ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വ്യായാമം എനിക്ക് പ്രിയപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാൻ എൻ്റെ എല്ലാവരുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും കേട്ടേ ചെയ്യാറില്ല. അത്ര ഉള്ള വിഷയം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കെ ഫാമിലിയുടെ കിങ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടൻ തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. റീസെന്റ് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഈ പറയുന്ന കെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് ആദ്യം തുടക്കമിട്ട നമ്മുടെ അൻസികയായിരുന്നു, അല്ല അതിന് മുന്നേ ദിയ, പിന്നെ അങ്ങനെ അഹാന, ദിയൊക്കെ അയ്യോ വയ്യ. എല്ലാ മാസത്തിലും ദിയ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അതാണ് കണക്ക്. ആ സെറ്റപ്പിലാണ് നമ്മുടെ ദിയ പോകുന്നത്. പിന്നെ അഹാന തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഏറിപ്പോയി അമ്മച്ചിയുടെ കേസൊക്കെ പറഞ്ഞ് അയ്യോ അങ്ങനെ മൊത്തം അലഞ്ഞ് കുളഞ്ഞ് അൽക്കുലുത്ത് അവസ്ഥയിലായിട്ടുണ്ട് കെ ഫാമിലി. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. കെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാറി നത്തം കൊട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ അണ്ണനൊന്നും ഇതുവരെ രംഗത്ത് പ്രതികരണമായിട്ട് വരാത്തത് കൊണ്ട് നമ്മൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ കെ അണ്ണൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുടുംബ വഴക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞത് അയ്യോ എൻ്റെ മക്കളെ ഞാൻ മറ്റേ എല്ലാം ആ സെറ്റപ്പാണ്. അതായത് മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തി പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കത്തില്ല. മോളെ അത് തെറ്റാണ്, നമുക്ക് ഇങ്ങനെയാണ് എന്ന് തെറ്റ് ശരിയും പറഞ്ഞു കൊടുക്കൂല. മക്കള് ചെയ്തോ കോൺട്രവേഴ്സി ഉണ്ടാക്കുക, നമുക്ക് കുറെ കാശ് കിട്ടല്ലേ, യൂട്യൂബ് ഇൻകം വാരി തന്നുകൊണ്ടിരിക്കില്ല, നമുക്ക് കാശ് കിട്ടില്ല, പിന്നെ എന്താ എന്നുള്ളൊരു മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് കെ ഫാമിലിയിലെ കെ അണ്ണൻ. എന്തായാലും കെ അണ്ണൻ ഇന്റർവ്യൂ വച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ആരംഭിക്കാം. നമ്മളായിട്ടിന് കുറയ്ക്കുന്നതിന് എല്ലാവരും ചെയ്യുമ്പോൾ പിന്നെ ഞാനായിട്ടിന് കുറയ്ക്കുന്നതിൽ വലിയ കാര്യമുണ്ട് ഇല്ല. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. കാണാം. ഞാൻ ചെറുതിലെ വളരെയധികം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ധാരാളം പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിലൊക്കെ എന്നെ വിളിച്ചോണ്ടിരുന്ന ഒരു പ്രശ്നകുമാറിന്. അണ്ണ അത് ചെറുപ്പത്തിലല്ലേ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭയങ്കര പ്രശ്നമൊന്നുമില്ല. ആൽക്കൂലത്തെ പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇപ്പോൾ കെ ഫാമിലി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ചിരിയായി ആ വകുപ്പിലോട്ട് കൊണ്ട് എത്തിച്ച്. റീസെൻ്റ്ലി മറ്റേ മോഷണ കേസും ഡെലിവറിയുടെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഹൈപ്പ് കയറി ഭയങ്കര മാരക സപ്പോർട്ട് കിട്ടിയിരുന്ന സമയമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ച് വെട്ടിമലത്തി നിങ്ങൾ വീണ്ടും തരം താഴ്ന്ന ലെവലിലോട്ട് കെ ഫാമിലി നാട്ടുകാർ കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് മാർവാനൻസ് കോളേജിൽ ഗുണ്ടായിസം അതൊരു സൈഡിൽ, പിന്നെ അമ്മച്ചിയുടെ കേസ്. അയ്യോ അമ്മച്ചിയുടെ കേസോടെ അമ്മച്ചിയുടെ മാവും കലവും പോയ അവസ്ഥയിലായി. അതോടെ നാറ് നത്തം കൊട്ടി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കിടന്ന് മെഴുക ഇങ്ങനെ ഉരുണ്ടും ഒക്കെ മെഴുകാം, നമ്മുടെ പേളിമാണി കിടന്ന് മെഴുകുന്നത് പോലെ. അല്ലാണ്ട് വേറെ വലിയ മാറ്റമൊന്നുമില്ല. കുറേയൊക്കെ ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കും. വേറൊരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കയറും, പ്രതീക്ഷിക്കാം. ഇനി കൂടുതലൊന്നും പറയല്ല. അന്നും ആൾക്കാർ അമ്മച്ചിയുടെ കേസ് എടുത്തിട്ട് ചോദിക്കും, അതാണ് വിഷയം. കമൻ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, തീയാ ഒരു കാര്യമില്ല. ഏണി വെച്ച് പിടിക്കുന്ന പറയില്ല മോളിൽ കൂടെ പോകുന്നൊക്കെ ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ നടി ശ്രീവിദ്യ ജീവിച്ചിരിക്കുന്ന കാലവും ചേച്ചി ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചു, ഇങ്ങനെ ഉപയോഗിച്ചു, എന്താണ് അതിൻ്റെ കാരണം, എന്താണ് ഇതിൻ്റെ കാരണം. ഞാൻ കിച്ചുവിനെ കുറേ നാളായിട്ട് നോക്കുന്നതിന് പലരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ചെന്ന് ഈ പ്രശ്നത്തിൽ പെടുന്നുണ്ട്. ഞാൻ ചേച്ചി വഴി കിടക്കുന്ന ആൾക്കാരെ പോലും എടുത്തുകൊണ്ട് പോകും, വണ്ടി ഇടിച്ച് കിടന്ന്. അത് അങ്ങനെ നേച്ചർ. എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എൻ്റെ രണ്ടാമത്തെ മോളും അങ്ങനെ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് അവിടെ ഒരു വലിയ ഏണി എടുത്ത് പിടിച്ചു വെച്ചു. അപ്പോൾ അണ്ണൻ തന്നെ സമ്മതിക്കുന്നു, എൻ്റെ രണ്ടാമത്തെ മോള് അങ്ങനെ തന്നെയാണ്. അതായത് വഴിയെ പോകുന്ന പ്രശ്നങ്ങളെല്ലാം ഇരന്ന് വാങ്ങിച്ച് കയറി പോകുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. അതുകൊണ്ട് തന്നെ വഴിയെ പോകുന്നതെല്ലാം ഞാൻ ഏണി വെച്ച് ഇങ്ങനെ ഏറ്റു വാങ്ങാറുണ്ട്. എൻ്റെ രണ്ടാമത്തെ മോളും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ മോളാരാ? ദിയ കൃഷ്ണ. അതല്ലേ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഏത് മാസത്തിൽ ഒരു കോൺട്രവേഴ്സി ദിയക്ക് ഇല്ലെങ്കിൽ പറ്റൂല. ദിയ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി ആ ഒരു പാറ്റേണിൻ്റെ ഒപ്പം. അത് അപ്പോൾ കെ അണ്ണൻ്റെ തനി വാർത്ത രൂപമായിരുന്നല്ലേ ദിയ കൃഷ്ണൻ. അതിൻ്റെ ഫീമെയിൽ വെർഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കെ അണ്ണൻ തന്നെ പറയുന്നു, ഞാൻ വഴിയെ പോകുന്ന വള്ളികളെല്ലാം എരുന്ന് പിടിച്ചു വാങ്ങും. അതുപോലെയാണ് എൻ്റെ രണ്ടാമത്തെ മോളും. അപ്പം നിങ്ങൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പണിക്കോ. എന്തായാലും നല്ല നല്ല വള്ളികളിലൊക്കെയാണ് കയറി പിടിക്കുന്നത്. അമ്മാതിരി വള്ളികൾ ഇപ്പോൾ മറ്റേ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് അതിലും കയറി പിടിച്ച് കയറിപ്പോൾ അതിൽ അണ്ണനും പോയല്ലേ കയറിൽ. നമുക്ക് അത് നിർത്തറിയാം, നമുക്ക് ഇത് നിർത്തറിയാം. പിന്നെ ഞങ്ങൾ ഒരേ പോക്ക. അപ്പൊ ശ്രീവിദ്യ വിഷയം ഒരു കാര്യം എടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവരില്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്നൊരു സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ എന്നും എന്നെ മനസ്സിൽ വയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, ആരും റിയാക്ട് ചെയ്യല്ലേ, ആ പ്രശ്നം നല്ലതാണ്. മോളുടെ പ്രശ്നം വന്നു, സംഭവം നല്ലപോലെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു.
നല്ല കാലം തുടങ്ങുന്നവർ, പുതിയ സ്ഥാപനം തുടങ്ങുന്നവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതായത് മറ്റേ അന്നത്തെ മോഷണ കേസിൽ ഇപ്പോഴും എവിടെയൊക്കെ ചോദ്യചിഹ്നങ്ങൾ ബാക്കി വയ്ക്കുന്നു. 69 ലക്ഷത്തോളം പോയിട്ടും നീ അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയത്തില്ല, നമ്മളെന്നൊക്കെ 1000 രൂപ കളഞ്ഞ വേല നമ്മളറിയും. പോട്ട് 100 രൂപ ദൈവമേ 100 രൂപ പോയി. പക്ഷെ 69 ലക്ഷത്തോളം പോയിട്ടും നീ അറിഞ്ഞില്ല എന്നുള്ളൊരു സാധനം ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് ബാക്കി വയ്ക്കുന്നുണ്ട്. നിൽക്കട്ടെ പോട്ടെ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചൊട്ടിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഭയങ്കര ഹൈപ്പ് കിട്ടി. പിന്നെ ഡെലിവറിയുടെ കേസ് വന്നപ്പോൾ ഹൈപ്പ് കിട്ടി. അതിനുശേഷം വീണ്ടും പോയി താഴോട്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെയാണ്, പൊങ്ങിയും തന്ന് കിടക്കും. ഇനിയും മിക്കവാറും പൊങ്ങണ കാര്യം ഡൗട്ടാണ്, താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ ലെവലിലായിട്ടുണ്ട്. എന്തായാലും KK ഫാമിലിയിലെ KK എണ്ണം തന്നെ പറയുന്നുണ്ട്, നമ്മൾ കോൺട്രോവേഴ്സിയുടെ ആൾക്കാരാണ്, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലയിട്ട് ആവശ്യമില്ലാത്ത പള്ളികളൊക്കെ പിടിച്ച് വയ്ക്കുമെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പിന്നെ എന്ത് പറയാനാണ്? നമ്മളൊക്കെ വാടഞ്ഞു പോയി. സത്യം അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയായിപ്പോയി. KK അണ്ണൻ്റെ ഒക്കെ ഒരു എന്താ പറയാനില്ല. അണ്ണൻ പറയുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സീന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ എനിക്ക് സീറ്റ് കിട്ടിയെന്നിരിക്കാം, ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വരുന്നു. ഒരു നേരം നമ്മൾ ഉണ്ടായിരുന്നത് ഓറെ ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്ന സംഭവമാണ്. ഇപ്പോ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കല്ലേ എന്ന് പറയുന്ന ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സാണ് ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. ആര്? അമ്മച്ചി? എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ ഇൻഡയറക്ട്ലി അമ്മച്ചിയെ കയറി ചവിട്ടി കൂട്ടിക്കളയെന്നൊക്കെ പറയുകയാണ്. അതായത് സിന്ധു ആൻറ്റിയുടെ അമ്മേ. ഓക്കെ, ആ നിങ്ങളുടെ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ പ്രായത്താണ് അമ്മച്ചി അന്ന് ആൻറ്റി ആയിരുന്ന സമയത്ത് ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറി ചവിട്ടി കൂട്ടിക്കളയും, സ്വാഭാവികം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മൂമ്മയെ വീട്ടിൽ കയറി ചവിട്ടി കൂട്ടിക്കളയും, സബാഷ്. അപ്പം മൊത്തം കുത്തിയ കുമ്പളമല്ല, മൊത്തം തന്നെ കൺഫേമാ. എന്തായാലും ആദ്യത്തെ കൺമണി അച്ഛനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ വാർത്ത ഉച്ചയ്ക്കുകയാണ്. പക്ഷെ പ്രതികരണം കുറച്ച് മൂഞ്ചി അവസ്ഥയിലായിപ്പോയെന്നതേ ഉള്ളൂ. എടുത്തു ചാടി ഒരു പ്രതികരണം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവസാനം അമ്മച്ചിയുടെ മാവങ്കലോ ഇന്നാ പിടിയെന്ന് പറയുന്ന പോലെ അങ്ങോട്ട് വീഴുന്നു. അത്രേ ഉള്ളൂ, വേറെ വലിയ വിഷയമൊന്നുമില്ല. എടുത്തു ചാടി ഒന്ന് പ്രതികരിച്ചു, അപ്പൊ തന്നെ കൈയടി കിട്ടി. അപ്പൊ തൻവി ഉടായിപ്പ് അഹാനാക്കി ജയ്. അടുത്ത് തൻവി ഒരു വീഡിയോയും കൂടി ഇട്ട് അയ്യോ അതിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും കൂടിയൊക്കെ കേട്ടപ്പോൾ സബാഷ്. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊങ്ങി മൊത്തം ആടപടലം തേഞ്ഞൊട്ടി നാറി നത്തം കൊട്ടി. അയ്യോ, പിന്നെ നടന്നത് ചരിത്രം. ഇപ്പൊ പറയണം മോളെ പ്രതികരിക്കരുത്. അപ്പൊ കേക്കാണ് പറഞ്ഞല്ലേ പ്രതികരിക്കുന്നില്ലെന്ന്. അത് എടുത്തു ചാടി പ്രതികരിച്ച് അണ്ണന്റെ അതേ സ്വഭാവം വാർത്ത വെച്ച മോള്, ആദ്യത്തെ മോള് പ്രതികരിച്ചു മൂഞ്ചി. വീഡിയോ എടുത്തു കൊടുത്തത് അങ്ങയുടെ പത്നിയായിരുന്നു, അതായത് അമ്മച്ചിയുടെ മോള്. കുടുംബണ്ണ കുറെ ഇരിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതല. പറ. എന്റെ മുടിത്രയില് ചെയ്തോളൂ. മാത്രമല്ല എന്റെ ഭാര്യയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിന്റെ ആളായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ രാവിലെ എന്നും എണീക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 തവണ നന്ദി പറയും. കാരണം ഇത്രയും സുന്ദരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അതിയായ നന്ദി പറയും. എല്ലാം ഉണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഇയാൾക്ക് ജോലിയില്ല, ഇയാൾക്ക് എന്ത് കിട്ടിയത് അല്ല. ഈ സമയത്ത് എൻ്റെ ഒരു ശരീരത്തിൽ 10-68 ഓർഗനുകൾ ഞാൻ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ ആരോഗ്യത്തിലിരിക്കുന്നു, ഭാര്യ ആരോഗ്യത്തിലിരിക്കുന്നു, ഒരു കൊച്ചുമോനെ കിട്ടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം തരുന്ന കാര്യം, പറയാൻ അന്തസ്സോടെ പറയാവുന്നൊരു ജോലി തന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്, അനുഗ്രഹീതനാണെന്ന് കരുതുന്നു. നന്ദി. അതെ, എല്ലാരെയും പറഞ്ഞു, മക്കള്, ഭാര്യ, കൊച്ചുമോൻ, ഒരു കിടിലം മരുമോനെ കിട്ടിയത് പറയാൻ വിട്ടുപോയല്ലേ. അവനെയും കൂടി പറയണമായിരുന്നു. കാരണം അവനവിടെ ഒരു വിലയുമില്ല. അവനെ മൊണ്ണയെന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ വെറും ഡമ്മി ആയിട്ടിട്ടിരിക്കുന്നു. അവൻ ഒരു വീഡിയോ ഉണ്ടല്ലോ, ട്രോഫി കൊണ്ടുവരും, എന്തോ ടർഫിലെന്തോ കളിച്ച് അവന് ട്രോഫി കിട്ടിയപ്പോൾ അതും കൊണ്ട് വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്തില്ല. വല്ലാത്ത അവസ്ഥയാണ്. അതുപോലെയൊക്കെ ഇരിക്കും. അതുപോലത്തെ ഒരു മരുമോനെ കിട്ടിയോണ്ട് ഭാഗ്യം അവനാ KK അണ്ണൻ. നല്ല നട്ടലിന് ഉറപ്പുള്ള ചങ്കുറപ്പുള്ള ഒരു മരുമോനാണ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഇതൊന്നും നടക്കത്തില്ല. അവൻ ഭരിക്കുമായിരുന്നു. പാവം ഇവ മുന്നേയുണ്ട്, അതങ്ങനെ അങ്ങ് പോകുന്നു. നാട്ടുകാർ പറയുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഇനി എൻ്റെ നമുക്കിട്ട് വരല്ലേ, പോലീസിനൊന്നും വിടല്ലേ, താങ്ങാൻ വയ്യാത്തോണ്ടാ. പറ. ഈ ഫാമിലിയുടെ മേ ബി ഒരു 5-6 യൂട്യൂബ് ചാനലുകളും വളരെ മോണിറ്റൈസേഷൻ കിട്ടുന്ന അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് CJP പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ദിയാകൃഷ്ണയാണ് തോന്നിട്ട ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റേഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ ചേരുന്നില്ല, അപ്പോൾ എന്റെ പ്രസ്ഥാനം ഇതാണ്,
എന്ന് പറഞ്ഞൊരു ഒരു പ്രോ RSS നെഗറ്റീവ് ഉള്ള ഒരു റീലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫാമിലിക്ക് നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ്ങിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ്? ഇപ്പം വ്യക്തിപരമായുള്ള സൈബർ ബുള്ളിങ് മറ്റൊരു വശമാണ്, ഫാമിലിക്ക് വരുന്ന മറ്റൊരു വശമാണ്. എങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്യുന്നത്? കാഴ്ചപ്പാട് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ പറ്റി മോശം പറയുന്നവരും നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ടു പോയേ പറ്റൂ. കാരണം വളരെ രസമായിട്ടേ പറയത്തുള്ളൂ, ഒന്നും കടുപ്പിച്ച് ഞാൻ പറയില്ല. ഞാൻ പറയും, ഇപ്പോൾ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിന്റെ 100 ഫ്രണ്ട്സിന് നിന്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ട് പറയും, എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ഇടണേ. ഒരൊറ്റ ബന്ധു ഒറ്റ സുഹൃത്തും നോക്കത്തില്ല. അതേസമയം നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നത് എനിക്ക് ശത്രുവല്ല, അവരിത് നോക്കും. ദിയ കിട്ടി 19-16 സെക്കൻഡില് 1 22 26 ഇതിങ്ങോട്ട് കുറിച്ച് വെച്ചിട്ട് ഒരു 1000 പേർക്ക് ഷെയർ ഇടാ, അലക്കിക്കോ, അവളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു 1000 പേർക്ക് ഷെയർ 1000 10,000 ഇങ്ങനെയാണ് വൈറലാവുന്നത്. ആലോചിച്ച് നോക്കിയ ആ വ്യക്തികൾ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് ഉണ്ടാക്കി തന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും കൂടി ഒരു കാരണക്കാരാണ്. നന്ദിയുണ്ട് കേട്ടാ, നന്ദിയുണ്ട്. അതെ, അങ്ങയുടെ മകളും ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതാണ്. അതും നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്ത് നാട്ടുകാരെ മൊത്തം റീച്ച് വളരെയധികം വൈറലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സബ്സ്ക്രിപ്ഷനൊക്കെ കൂടി. നന്ദി വേണം കേട്ടാ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാനുള്ള കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോവാം കേട്ടാ. അതായിരിക്കും കുറച്ച് നല്ലത്. എന്തായാലും അങ്ങയുടെ മനസ്സിൽ നമ്മളെടുത്തൊക്കെ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാക്കി. എന്നാലും കേക്ക് എണ്ണൻ ഉയർ, ബാക്കിയെല്ലാം തകയും കേട്ടാ. കേക്ക് എണ്ണനൊക്കെ എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാ. പണ്ട് അനന്തുവിന്റെ വീട്ടിൽ പോലീസിനൊക്കെ വിട്ടല്ലേ, പിന്നെ എന്ത് പെട്ടെന്ന് മനസ്സൊക്കെ മാറി. അന്നും അത് അങ്ങനെ പറയാത്തെന്ത്, അവർ നമ്മളെ എടുത്ത് വെച്ച് റീച്ച് ഉണ്ടാക്കി നമുക്ക് റീച്ച് തരയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാത്ത എന്തെന്ന് അണ്ണ പകരം അന്ന് പോലീസിനെ വിട്ടെന്ത്, അവൻ മറ്റേ ടാക്സിന്റെ എന്താ കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പ്രശ്നം. അത് പോട്ട്. അപ്പോൾ അണ്ണൻ നമ്മളൊക്കെ ഇത്ര അധികം ആരാധിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നെഞ്ചിൽ കുടിയിറക്കും. അത് തളപ്പത്തിയുള്ളേ. നിങ്ങൾ വേണ്ട. എന്തായാലും എവിടെയെങ്കിലും സൈഡിലെങ്കിലും ഇരിക്കട്ടെ, സന്തോഷമുണ്ട്, മതി. എന്തായാലും കേക്ക് എണ്ണ നമ്മളെ മനസ്സിലാക്കിയല്ലോ, വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ. നിങ്ങൾക്ക് റീച്ച് നമുക്ക് റീച്ച്, അങ്ങനെ അതാണ് ഒരു ഇരിപ്പ് വശം. ഇനി നെഞ്ചിൽ സൈഡിലെങ്കിലും കുടിയിറക്കും. ഇത് കുറേ പേര് എഴുതുന്നതുകൊണ്ട് അവർക്ക് കുറേ വരുമാനം കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും കൊണ്ട് 1000 10,000 വെച്ച് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമ്മളെ പറ്റി എഴുതുന്നവർക്കും വരുമാനം കിട്ടുന്നു, അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അതെ, ശരിയാ. നിങ്ങൾക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. നിങ്ങൾക്കും വരുമാനം, നമുക്കും വരുമാനം. അണ്ണൻ വേറെ കലക്കിട്ടെ, ഞാൻ ഫാനായിട്ടെ. ഇത്രയൊക്കെ മനസ്സിലാക്കില്ല. എന്നാലും ഇത്രയൊക്കെ പറഞ്ഞാലും മണ്ടത്തരങ്ങൾ കാണിക്കുന്നതും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതും നിർത്തണമെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. നമ്മൾ കാരണം അവർ ജീവിക്കുന്നത് ഈ ഒരു ട്രാക്കിലോട്ട് വിടുകയാണ്. കാണിക്കുന്ന മണ്ടത്തരങ്ങളും ചെയ്യുന്ന വെട്ടിത്തനങ്ങളും കാണിക്കുന്ന ഉടായ്പകളും അതൊന്നും നിർത്തണമെന്നോ ശരിയാക്കണമെന്നൊന്നുമില്ല. നമ്മളെ പറഞ്ഞുകൊണ്ടായാലും മറ്റുള്ളവർക്ക് കുറേ വരുമാനം കിട്ടിയാലേ നമ്മളത് സന്തുഷ്ടരാണ്. അണ്ണൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ഒന്നും ചെയ്യുന്നത്. അണ്ണൻ തന്നെ നമുക്ക് ഇങ്ങോട്ട് പ്രചോദനം തരാണ്, വീഡിയോ ചെയ്യ്. അത്രയും പ്രചോദനം തരുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന മോശമല്ലേ? എന്തായാലും കുഴപ്പമില്ല. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ പറയുന്നത് ഇതൊരു വലിയ സംഭവമാണ്. ഇത്രയും പേരില്ലായിരുന്നെങ്കിൽ ഒറ്റ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു, ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? റംബൂട്ടാൻ പറിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമായിരുന്നു. സത്യം, അത് കറക്റ്റ് ചോദ്യമാണ്. യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു, യൂട്യൂബിൽ നിന്ന് വരുമാനം ഇല്ലായിരുന്നെങ്കിൽ ഈ KK ഫാമിലി എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ പണിക്ക് പോയി ശീലമുണ്ടോ? എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കും ചോദിക്കാൻ കാണുമല്ലേ? ഞാൻ വേറെ വല്ല പണിക്കും പോകുമായിരുന്നു. ഉള്ള കാര്യം പറയാം, സത്യം. അമ്മച്ചിയാണ് ഉള്ള കാര്യം പറയാം. ഞാൻ ഓപ്പണായിട്ട് പറയാം. വേറെ വല്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച എൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ വെച്ച് വല്ല എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വല്ല ഫിനാൻഷ്യലായി എവിടെയെങ്കിലുമൊക്കെ ഞാൻ പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ വല്ല കമ്പനിയിലെങ്കിലും പോയി കയറുമായിരുന്നു. അത് വേറെ കാര്യം, അത് വിട്, അത് നമ്മുടെ മാറ്ററല്ല. പക്ഷെ അണ്ണൻ എന്ത് ചെയ്യുമെന്നാണ് അണ്ണൻ നമ്മളോട് ചോദിക്കുന്നത്. റംബൂട്ടാൻ പറിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സത്യം, ഉള്ള കാര്യം പറയാം. യു ആർ എ പ്രചോദനം. നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ പറയില്ല, നമുക്ക് തന്നെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ കയറുന്ന അടിയുന്നു. ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചു കാണും. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുണ്ടല്ലോ ഞങ്ങൾ പെട്ടുപോയത്. കോവിഡ് ഈ ബോൺ ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്. ഇതൊന്നും പറയത്തില്ല, പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. ഇമ്മീഡിയറ്റ്ലി കിടക്കുന്നതിന് മുൻപും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഭാര്യ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയും. കാരണം ഇന്ന് രാത്രി 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ. ഞാൻ 10 പേരെ മനസ്സിലെടുത്തിട്ട് ഈ 10 പേരോട് ഞാൻ സംസാരിക്കും. അവരെന്നോട് സംസാരിക്കുന്ന ഞാൻ കേൾക്കും. കാരണം എനിക്ക് ഉയരണം.
എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. കുറുക്കുവഴികളൊന്നും എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ല. അല്ല, നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളുടെ ഫാമിലി മൊത്തം എപ്പോഴും വരുത്തി തന്നെയാണ് ഹെയറിൽ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. കുറുക്കുവഴിയൊന്നും വേണ്ട, നേരെ പോവുക, നേരെ പുറ റൈറ്റ്, அந்த மாதிரி பறந்துட்டு இருக்கேன். அது யாராலும் அழிக்க முடியாது. വേറെ ലെവൽ ഫാമിലിയുടെ അതിൽ സത്യമുള്ള കാര്യം പറയാം. എപ്പോഴും നിങ്ങൾ ഹെയറിലാണ്, അതുകൊണ്ട് എപ്പോഴും ഉയരങ്ങളിൽ തന്നെയാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും കുറുക്ക് വഴിയൊന്നും വേണ്ട. അണ്ണൻ ബാ തുറന്നാൽ മതി. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇൻ്റർവ്യൂവിൽ തന്നെ ഒരുപാടുണ്ട്. പിന്നെ തീരെ ഞാൻ അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിക്കാത്തതാണ്. കാരണം അണ്ണൻ തന്നെ പറഞ്ഞു നമ്മളെടുത്ത് നിങ്ങളെടുത്ത് വെച്ച് കാശുണ്ടാക്കുക, അവർക്ക് റീച്ച് നമുക്ക് റീച്ച് എന്ന്. അത്രയും അണ്ണൻ മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ അണ്ണനെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. ഞാനങ്ങ് അലിഞ്ഞു പോയി ഫാനായിട്ടേ. ഓക്കെ ഓക്കേ. ഞാനും ഭാര്യ 2 ജാതിയിൽ നിന്ന്, എനിക്കത് പറയാൻ താല്പര്യമില്ല, പക്ഷെ എങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. എന്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഒരാളിപ്പോൾ കല്യാണം കഴിഞ്ഞു, ആ മോള് കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്ന്. മറ്റൊരു ജാതി എന്ന് പറഞ്ഞാൽ എനിക്ക് ജാതി വ്യത്യാസമില്ല. പക്ഷെ ഇപ്പോൾ അടുത്ത ആൾ കല്യാണം കഴിക്കുന്ന വേറൊരു മതത്തിൽ നിന്നാണ്. എനിക്കിതൊന്നും വിഷയമില്ല. എന്റെ വീട്ടിനകത്ത് സർവ്വ സംഭവങ്ങളും ഉണ്ട്. അതെ, നമ്മൾ ഇങ്ങനെ അണുകൂടം ശകുകുടുംബം ശ്യാമളായിട്ട് ജീവിച്ചു പോവാണ്. നല്ല കാര്യമാണ്, നല്ല കാര്യം. പക്ഷേ മരുമക്കളെ മൊണ്ണകളാക്കി ഉള്ളവന്മാരെ സെലക്ട് ചെയ്ത് കൊണ്ടുവരില്ലെന്ന് പറ കേട്ടാ. ഒരുത്തൻ അവിടെ അശ്വിൻ കിടക്കുന്നു, അവനെ പോലെ ഒരുത്തൻ. പിന്നെ അവൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പണിക്ക് കൊണ്ട് തിന്നാൻ കിട്ടും, 4 നേരം സുഖമായിട്ട് തിന്നും കൊണ്ട് കൊച്ചിനെ നോക്കി കറങ്ങി നടന്നാൽ മതി, വേറെ വലിയ പണിയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ സുഖജീവിത സത്യമാണ്. പണിക്കുണ്ടല്ലോ. നമ്മളൊക്കെ എല്ലാവരും എന്തിനാണ് പണിക്കുന്നത്? കാശുണ്ടാക്കുന്നത് എന്തിനാ? ജീവിക്കാൻ, അടിപൊളിയായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കാശും കിട്ടി 4 നേരം ഫുഡും കിട്ടി പണിക്കും പോകാതിരുന്ന് കഴിഞ്ഞാൽ സുഖജീവിതമല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ? പണിക്ക് പോകാണ്ട് നിങ്ങളെ കയ്യിൽ കോടികൾ കുറേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പണിക്ക് പോകാണ്ട് വെറുതെ ഇരിക്കത്തില്ലേ? ഞാനായാലും അതേ ചെയ്യത്തുള്ളൂ. ഓക്കെ, ആരായാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അങ്ങനെ അവർക്ക് കാശുള്ളതുകൊണ്ട് എന്തായാലും അശ്വൻ നോക്കിയപ്പോൾ ഇനി എന്തായാലും ഉണ്ടായിരിക്കാം. കുറച്ച് അടിമയായിട്ടിരുന്നത് മൊണ്ണയായിട്ടിരുന്നത് സുഖമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെ നോക്കുമ്പോൾ അവനാണ് ബുദ്ധിമാൻ. അശ്വിൻ, ഗണേശ് അണ്ണ. 4 പെൺകുട്ടികളാണ്. അവര് 4 പേരും വളരെ സ്ട്രോങ് വ്യക്തിത്വമുള്ള 4 പേരാണ്. അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ആ രീതിയിലൊരു വളരെ നല്ലൊരു അച്ഛനായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരാളുകൂടിയാണ്. എങ്ങനെയാണ് ഈ ഫാമിലിയിലെ ഒരു ഡൈനാമിക്സ്? എങ്ങനെയാണ്? പണ്ടേ ഇങ്ങനെയാണോ അതോ മക്കളായിട്ട് മാറ്റിയെടുത്തതാണോ? 2 തരത്തിലും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഓരോ രീതികളുണ്ട്. നമ്മൾ വളർന്ന രീതികൾ, നമ്മുടെ അച്ഛനമ്മമാരെ കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പലരുമായിട്ട് കണ്ടുവരുന്നതും. പിന്നെ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ മാറ്റുമല്ലോ. എന്നാൽ ഞാൻ തമാശ രൂപത്തിൽ പറയും, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച ഉടനെ വൈകിയാണ്. എൻ്റെ അച്ഛന് 43 വയസ്സും അമ്മയ്ക്ക് 40 വയസ്സുമായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. ഞാൻ ജനിക്കുമ്പോൾ 46ഉം 43ഉം ആയിരുന്നു. ഞാൻ എൻ്റെ ഒരു ചെറുപ്പക്കാരെ അമ്മയെ കണ്ടിട്ടേ ഇല്ല. അന്ന് ഈ കളറിംഗ് ഒന്നും ഇല്ലല്ലോ. ഞാനൊക്കെ എൻ്റെ പച്ചയില നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പ്രായമായ അച്ഛനമ്മയും കണ്ടു വളർന്നു. അമ്മ പിന്നെ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് മോനെ കൂട്ട അങ്ങനത്തെ ഒന്നുമില്ല, പേര് വിളിക്കത്തുള്ളൂ. അങ്ങനെ വളർന്നു വന്നപ്പോൾ എനിക്കൊരു ചേട്ടനാണ്. ചെറുപ്പക്കാരികളെ സ്ത്രീകളെയും കണ്ടിട്ടില്ല. സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സ്ത്രീകളുടെ കൂടെ ഇരിക്കാനൊക്കെ. അങ്ങനെ സ്ത്രീകളെ പറ്റി എനിക്കൊന്നും അറിവില്ലായിരുന്നു. പക്ഷേ ഒരു 32 വർഷം മുമ്പ് സിന്ധുവുമായിട്ട് ബന്ധം വരുന്നു, അത് കല്യാണമാവുന്നു, 4 പെൺകുട്ടികൾ വരുന്നു. 32 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് പുരുഷന്മാരെ പറ്റി ഒരു വസ്തു അറിയത്തില്ല. കംപ്ലീറ്റ് സ്ത്രീകളുടെ എന്ത് കാര്യം ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. അത്ര പവറാണ് സ്ത്രീകൾക്ക്. ഇൻഫ്ലുവൻസ് ഇപ്പോൾ എന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് അസാമാന്യമായ ഇൻഫ്ലുവൻസ് ആണ്. എനിക്ക് അവർ പറയുന്നതൊക്കെ ശരിയായിട്ട് തോന്നാറുണ്ട്. നല്ലതാണ്. അപ്പം അണ്ണന് സ്വന്തമായിട്ടൊരു നിലപാടില്ലെന്നും കൂടി ഇവിടെ നിന്ന് വ്യക്തമായി. എനിക്ക് തോന്നാറുണ്ടായിരുന്നു അണ്ണൻ അവിടെ ഒരു വിലയില്ലെന്ന്. കാരണം അവിടെ മൊത്തം സ്ത്രീകളാണ് ഭരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അശ്വിനും വന്ന് അവനൊരു മുണ്ണക്കണക്കി നിൽക്കുന്നു, അണ്ണനും അവിടെ എന്തൊക്കെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് തോന്നി മൊത്തം സ്ത്രീ ഭരണമായിരിക്കുമെന്ന്. നല്ലതാണ്, ആരെങ്കിലുമൊക്കെ ഭരിക്കട്ടെ, നമുക്ക് തിന്നാൻ കിട്ടിയാതില്ല. സുഖം, സന്തോഷം. ഇപ്പോൾ വസ്ത്രധാരണം പലരും പറയും, ഷോറെ മക്കളുടെ ആ പരിപാടി ശരി, ഇത് ശരിയല്ല. ഞാൻ ഒരു സുഹൃത്തെ, എനിക്ക് ബുദ്ധിമുട്ടില്ല, എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങളും ബുദ്ധിമുട്ടുണ്ട്, ടെൻഷൻ അടിക്കാതിരിക്കൂ. നമുക്ക് ടെൻഷൻ ഒന്നുമില്ല അണ്ണ. പിന്നെ വേറൊരു കാര്യം, പണ്ട് അണ്ണൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾ മാന്യമായിട്ടൊരു ഡ്രസ്സ് ധരിക്കത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെയെന്ന്. അത് അണ്ണൻ തന്നെ പണ്ട് ഇന്റർവ്യൂവിൽ മക്കളെ 4 പേരെ ഇരുത്തി, മക്കൾ ചെറുതായിരുന്ന സമയത്ത് കൊടുത്ത ഇന്റർവ്യൂ ആണ്. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മക്കൾ അണ്ണൻ പറയുന്ന പോലെ കേൾക്കാതായിക്കാണ്. സ്വന്തം അമ്മൂമ്മയെ തന്നെ തെറി വിളിച്ച മക്കൾ എന്തായാലും സ്വന്തം അപ്പനെയും തെറി വിളിക്കുന്നതിൽ വലിയ അതിശയൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ മക്കൾ അണ്ണൻ പറയുന്ന പോലെ കേൾക്കാതെ അവരെ തോന്നിയ ദിവസത്തിന് അവരുടെ ഇഷ്ടത്തിന് അവരെ രീതിയിൽ അവരങ്ങ് പോയപ്പോൾ പിന്നെ അണ്ണൻ നിലപാട് മാറ്റേണ്ടി വന്നു. അണ്ണൻ തന്നെ ഓൾറെഡി പറഞ്ഞു സ്ത്രീകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്, അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അണ്ണൻ ഒരു ഡമ്മി കണക്കിന് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതുപോലെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന മോട്ടിവേഷനും പോസിറ്റീവ് വൈബ്സും തുപ്പുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. സ്വാഭാവികം, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കണ്ടിന്യൂ. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാൻ എൻ്റെ അല്ല അവരുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും കേട്ടേ ഇരിക്കാറില്ല. അത്ര ഉള്ളൊരു വിഷയം. കാരണം സൈസ് കൊണ്ട് അവർ ചെറുതാണെങ്കിലും
ജനിക്കുമ്പോൾ കുഞ്ഞാണല്ലോ. പക്ഷെ അവരുടെ ഈ സോൾ എന്ന് പറഞ്ഞത് എന്നെക്കാൾ യാത്ര ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഹൻസിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ അവൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. വളരെ നീണ്ട കാലം ആശുപത്രിയും മറ്റുമായിട്ട് കഴിഞ്ഞത്. പക്ഷെ അവൾ ആ മരുന്നുകൾ ഡോക്ടർ കൊടുക്കുമ്പോൾ വായി വയ്ക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. അവളത് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വായി വയ്ക്കാൻ കൊള്ളാത്ത മരുന്ന് ഡോക്ടറുമായിട്ട് ഭയങ്കര അടുപ്പം 1.5 വയസ്സിൽ തുടങ്ങിയ ഇഷ്യൂവാണ്. പക്ഷെ അവളുടെ ആത്മാവ് ഞാൻ ഇങ്ങനെ നോക്കും, ഓരോരുത്തരും ഇങ്ങനെ നോക്കുമ്പോൾ എന്നേക്കാൾ യാത്ര ചെയ്തവരാണ്, എന്നേക്കാൾ അറിവ് അവർക്ക് ധാരാളം ഉള്ളവരാണ്. അവരുടെ കൂടെ ഒത്തുപോവുക മാത്രമല്ല, ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞതാണ്, ഒരു പുരുഷൻ സ്ത്രീയും തമ്മിൽ ചേരുമ്പോഴാണ് കുട്ടികളുണ്ടാകുന്നത് പറഞ്ഞാൽ ഈ ലൈഫ് എവിടെ നിന്ന് വരുന്നത് നമുക്കറിയില്ല. ഇത് നമ്മളാണോ അവരെ ചൂസ് ചെയ്തോ അവർ മുകളിൽ നിന്ന് നമ്മളെ ചൂസ് ചെയ്ത് നമ്മുടെ കൂടെ വന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം പരമാവധി വഴക്ക് കൂടും കേട്ടോ, നല്ല ചീത്ത വിളിക്കാൻ അതൊക്കെ വേറെ കാര്യം. പക്ഷെ എങ്കിലും പരമാവധി സമയം നല്ലതുപോലെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കും സമാധാനം അവർക്കും സമാധാനം. കാരണം ഇത്രയും കാലം അവരുടെ കൂടെ ജീവിക്കാൻ പറ്റി. അവരിലൂടെ ഒരു കൊച്ചു മോനെ കിട്ടുന്നു, അവനാണെങ്കിൽ നമ്മുടെ അടുത്ത് അസാമാന്യമായ ബന്ധം, ഇതൊരു ഭയങ്കര ആത്മബന്ധം പോലെ. അപ്പോൾ അവരെനിക്ക് എപ്പോഴും സന്തോഷമേ തന്നിട്ടുള്ളൂ, പ്രശ്നങ്ങളെ കാണാറില്ല. അപ്പോൾ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ചിലപ്പോൾ അവർ മാറ്റിയതാണോ ഞാൻ മാറിയതാണോ ഒന്നും എനിക്കറിയില്ല. അങ്ങേയറ്റ സന്തുഷ്ടമായ 5 പേരുടെ കൂടെ പോകുന്നു. നല്ല കാര്യമാണ്, നല്ല കാര്യം. പിന്നെ ഇത് കാണുന്ന ഹൻസി ഞാനൊരു കില്ലാടി തന്നെ എന്ന് സ്വയമേ ചിന്തിക്കുന്നതായിരിക്കും സ്വാഭാവികം. എന്തായാലും കൊള്ളാണ്, അടിപൊളിയായിട്ടൊക്കെ വേറൊരു കേസ്, മണ്ടത്തരങ്ങൾ ഇനിയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഘോഷയാത്ര പോലെ നീണ്ടു നടന്നു വരും, എനിക്കറിയാം. പിന്നെ ഇപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി KK ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അഹങ്കാരവും കാശിൻ്റെ കുന്തളിപ്പൊക്കെ നിറഞ്ഞ കുറേ ടീംസ് ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. കൂടുതലായിട്ട് വിളമ്പാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് പോരട്ടെ ക്രിട്ടിസൈസേഷൻ. എന്തായാലും ഞാൻ കണക്കിന് തരാം, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ. ബാക്കി കണ്ണൻ്റെ ഇഷ്ടം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.